നമസ്കാരം. പൊതുവേദികളിൽ കാണുന്നില്ല. ചാനൽ ചർച്ചകൾ പഴയ കാലത്ത് പ്രധാനപ്പെട്ട ലീഡേഴ്സാണ് വരുന്നത്. അല്ല, അത് ഇപ്പം ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. കെ എം മാണി സാറിന് വേണ്ടിയിട്ട് നിന്നതാ. ഈ സോളാർ കേസിലെ റിപ്പോർട്ട് വന്ന് ആ റിപ്പോർട്ട് പിന്നെ ഇടതുപക്ഷ ഗവൺമെന്റ് ഒരു ആയുധമാക്കുന്ന ഒരു സമയത്ത് ഉമ്മൻചാണ്ടി പറഞ്ഞു, എനിക്ക് ഒരൊറ്റ കാര്യത്തിലേ എന്നെ ദുഃഖമുള്ളൂ. രണ്ട് സോളാർ കേസും അതുപോലെ തന്നെ ബാർക്കോഴ കേസും തന്നെയല്ലേ ജോസ് കെ മാണിയെ ശരിക്കും പറഞ്ഞ് ഭയപ്പെടുത്തിയിരുന്നത്. UDF തോറ്റപ്പോൾ തന്നെ ജോസ് കെ മാണിയുടെ സമ്മർദ്ദഫലമായിട്ടാണ് മാണി സാറ് UDF നിന്ന് മാറി നിന്നത്. നമസ്കാരം. മീറ്റ് ദ ലീഡേഴ്സ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് ജോസഫ് വാഴക്കൻ. പ്രത്യേകിച്ച് പരിചയപ്പെടേണ്ട ആവശ്യമില്ലാത്ത നേതാവ് കൂടിയാണ്, കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവ് കൂടിയാണ് ജോസഫ് വാഴക്കൻ. നമസ്കാരം സാർ. നമസ്കാരം സാർ, കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് എന്തോ പൊതുവേദികളിൽ കാണുന്നില്ല. TV ചാനലുകളിൽ ഒരു കാലത്ത് വളരെ സജീവമായിരുന്ന സാന്നിധ്യമായിരുന്ന നേതാവായിരുന്നു താങ്കൾ. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് കാണുന്നില്ല. എന്താ അതിൻ്റെ കാരണം? അല്ല, പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. 2004 മുതൽ ഞാൻ കോൺഗ്രസ് പാർട്ടിയുടെ സ്പോക്സ്മാൻമാരിൽ ഒരാളായിരുന്നു. KPCCയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു, വൈസ് പ്രസിഡന്റ് ആയിരുന്നു. ഇങ്ങനെ ഒരുപാട് ചുമതലകൾ വഹിച്ചിട്ടുണ്ട്. പിന്നെ 2011 മുതൽ MLA ആയിരുന്നു. അപ്പോൾ കൂടുതൽ ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ പാർട്ടി ചുമതല ഒന്നിച്ചു കൊണ്ടുപോയി. അപ്പം പിന്നെ അതിനുശേഷം കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിന് ശേഷം പിന്നെ പുതിയ ലീഡർഷിപ്പും പുതിയ ചേഞ്ച്, ഒരു മാറ്റം ഉണ്ടായി. പുതിയ രീതിയൊക്കെ പാർട്ടിയിലേക്ക് വന്നു. മാത്രമല്ല, ഈ ചാനൽ ചർച്ചകളുടെ രീതിയും മാറി. ചാനൽ ചർച്ചകൾ പഴയ കാലത്ത് പ്രധാനപ്പെട്ട ലീഡേഴ്സാണ് വരുന്നത്. വരുന്നവര് പാർട്ടിയുടെ നിലപാടുകൾ പറയുക, ജെനുവിനിറ്റി ഉണ്ടായിരുന്നു. പറയുന്ന നിലപാടുകൾ പറയാൻ യോഗ്യതയുള്ള ആളുകളാണ് വന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവർ പറയുന്നതായിരിക്കും ആ നിലപാടുകൾ. ഇതിപ്പോൾ അതല്ല. ഇപ്പം രണ്ടാം നിര വന്നു കഴിഞ്ഞിട്ട് പിന്നെ അവർ തമ്മിലുള്ള തർക്കമാണ് നടക്കുന്നത്. അത് ജയിക്കാൻ വേണ്ടിയുള്ള തർക്കവും നടക്കും. നന്നായി സംസാരിക്കുന്നവരൊക്കെ ഉണ്ട്, മനോഹരമായി പ്രസന്റ് ചെയ്യുന്ന പിള്ളേരൊക്കെ ഉണ്ട്, കുട്ടികളൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല കാര്യം. പക്ഷേ അവര് പാർട്ടികളുടെ നിലപാടുകളൊന്നും അല്ല കൃത്യം പറയുന്നത്. അവര് ജയിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നത്. അപ്പം അതിൻ്റെ ചാനൽ ചർച്ചയുടെ ആ ഒരു ലൈൻ തന്നെ അങ്ങ് മാറി. പിന്നെ അങ്ങനെ വന്നപ്പോൾ പിന്നെ നമ്മളൊക്കെ അതിൻ്റെ ആ മുഖ്യധാരയിൽ നിന്ന് അത്യാവശ്യം വല്ലതും ഉണ്ടെങ്കിൽ പോവും, സംസാരിക്കും എന്നുള്ളതല്ലാതെ എല്ലാ ദിവസവും പോകുന്ന, ഒരു ദിവസം തന്നെ 3-4 ചാനലിൽ പോകുന്ന പരിപാടിയായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. അതൊക്കെ അങ്ങ് മാറ്റിയെന്ന് മാത്രമേ ഉള്ളൂ. നമുക്കറിയാം, ഉമ്മൻചാണ്ടി മന്ത്രിസഭ ഉണ്ടായിരുന്ന സമയത്ത് ഉയർന്നു വന്ന 2 ആരോപണങ്ങൾ. ഒന്ന് ഈ സോളാർ കേസായിരുന്നു, രണ്ടാമത് ബാർക്കോഴ കേസായിരുന്നു. ഈ രണ്ടിനും സർക്കാരിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ പാർട്ടിയെ ഡിഫെൻഡ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് പോരാട്ടം നടത്തിയിട്ടുണ്ട്. എന്താണ് അതിൻ്റെ അവസാനത്തെ ഫലം? അല്ല, അത് ഇപ്പം ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം അതിനകത്ത് ഞാൻ എൻ്റെ പൂർണ്ണമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാൻ അദ്ദേഹത്തിന് വേണ്ടിയുള്ള നിലപാട് സ്വീകരിച്ചത്. പിന്നെ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടിയും കൂടിയാണ്. അതിപ്പോൾ എന്ത് പറഞ്ഞാലും കോൺഗ്രസ് പാർട്ടി എൻ്റെ ഒരു ജീവവായുവാണ്. 50 വർഷത്തോളമായി KSU മുതൽ ഞാൻ ഇവിടെ ഇതിനെ നിൽക്കാൻ തുടങ്ങിയിട്ട്. അതുകൊണ്ട് ഒരിക്കൽ പോലും ഞാൻ കോൺഗ്രസ് വിട്ട് ഒരു നിലപാടും, പാർട്ടിക്കകത്ത് പലരും പല നിലപാടെടുത്തിട്ടുണ്ട്. ചിലർ പിന്നെ CPM-മായി 80കളിൽ ചേർന്നു, പിന്നെ DIC പോയി CPM-മായി ചേർന്നവരുണ്ട്, അങ്ങനെ പല രൂപത്തിൽ പോയവരുണ്ട്. പക്ഷെ ഞങ്ങളൊരു ടീം ഒരിക്കലും CPM-മായിട്ട് ഒരു ധാരണയും ഒരിക്കലും ഉണ്ടായിട്ടില്ല. കാരണം ആദ്യഘട്ടത്തിൽ CPM-മായിട്ട് കോൺഗ്രസ് പോകുമ്പോൾ ഞങ്ങളെല്ലാം ഐയിലാണ്. പിന്നെ കരുണാകരനൊക്കെ പോകുമ്പോഴത്തേക്ക് ഞങ്ങൾ പിന്നെ തിരുത്തൽവാദികളായിട്ട് മറുഭാഗത്താണ്. അപ്പം അതുകൊണ്ട് ഞങ്ങളങ്ങനെ ഒരിക്കലും CPM-മായിട്ടൊന്നും സന്ധി ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെയുള്ള ഒരു പിന്നെ പോളിറ്റിക്സാണ് നമുക്ക്. അപ്പോൾ ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് നിന്ന് വെച്ചാൽ പാർട്ടിക്ക് വേണ്ടി നിന്നു, അതിലെനിക്ക് സന്തോഷമല്ല. പക്ഷെ എനിക്ക് അതിലത്തൊരു ദുഃഖം KM മാണി സാറിന് വേണ്ടിയിട്ട് നിന്നതാ. അപ്പോൾ KM മാണി സാറിന് വേണ്ടി നിന്നു എന്ന് പറഞ്ഞാൽ മുന്നണിക്ക് വേണ്ടി നിന്നതാണ്. പക്ഷെ അതിനുശേഷം ഇപ്പോൾ വന്നിട്ട് മാണി സാറിനെ കൊടുക്കാൻ ശ്രമിച്ചു, മാണി സാർ ഗൂഢാലോചന നടത്തി എന്നൊക്കെ പറയുന്ന യാതൊരു അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങളാണ് ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ പിന്നെ എന്നാന്ന് ചോദിച്ചാൽ ഇപ്പം 5-6 വർഷമായി മാണി സാറ് മരിച്ചിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും മാണി സാറിനെ ഒന്ന് വെള്ളപൂശാൻ ആഗ്രഹമുള്ള ആളുകളുണ്ട്. അവർക്ക് സ്വാഭാവികമായിട്ടും മാണി സാറിനെ കുറിച്ച് നല്ലത് മാത്രം പറയണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്, പ്രത്യേകിച്ച് അവരുടെ പാർട്ടി. അപ്പം അതിനൊന്നും ഞാൻ കുറ്റം പറയുന്നില്ല, അതൊക്കെ അവർ ആഗ്രഹിച്ചോട്ടെ. അതിന് മറ്റുള്ളവരുടെ മേൽ ചെളിവാരി അറിയാൻ പോകണ്ട. അവരത് അവർക്കിഷ്ടമുള്ള രീതിയിൽ അത് പ്രചരിപ്പിക്കട്ടെ.
അപ്പം അത് ഇവിടെ മാണി സാറ് നിരപരാധിയായിരുന്നു, ഇവിടുന്ന് ചില ആളുകളൊക്കെ അബദ്ധത്തിൽ അദ്ദേഹത്തെ വെട്ടിൽ വീഴ്ചതാണെന്നൊക്കെ ഉള്ള നിലയിലൊക്കെയുള്ള പ്രചരണങ്ങളാണ് വരുന്നത്. അതൊന്നും ഒട്ടും ശരിയായ കാര്യങ്ങളല്ല. ഞാൻ അതിനെക്കുറിച്ച് അതിൽ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. അല്ല, പക്ഷെ എന്നാൽ പോലും കഴിഞ്ഞ, അതായത് UDF ഭരണകാലത്ത് ഉണ്ടായ ഏറ്റവും അവസാന ഘട്ടത്തിലുണ്ടായ 2 ആരോപണങ്ങളായിരുന്നു. ഒന്ന് സോളാർ കേസും മറ്റൊന്ന് ഈ ബാർക്കോഴ കേസുമായിരുന്നു. ഇപ്പം ഈ ശരിക്കും ബാർക്കോഴ കേസ് ഇതിൻ്റെ ഒരു അനുബന്ധമായിട്ടാണ് പറഞ്ഞിരുന്നത്. സോളാർ കേസ് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബാർ കേസ് ഉണ്ടായതെന്നും ഒക്കെ മാണിയുടെ മകനായ ജോസ് കെ മാണിയൊക്കെ അതിൽ ആളുകളായിരുന്നു, ചില പ്രതികളായിരുന്നു എന്നൊക്കെ പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷെ അതിനൊക്കെ യഥാർത്ഥത്തിൽ അക്കാലത്ത് UDF വളരെ കൃത്യമായി സംരക്ഷിച്ചുകൊണ്ട് തന്നെയാണ് നിലപാട് സ്വീകരിച്ചത്. പക്ഷെ പിന്നീട് കാണുന്ന കാഴ്ച എന്ന് പറയുന്നത്, ഇത് അദ്ദേഹത്തിന് കൊടുക്കാൻ വേണ്ടി രമേശ് ചെന്നിത്തലയാണ് അന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെയും അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് കുറച്ച് അടുത്ത് നിന്ന നേതാക്കന്മാർ പിന്നിൽ നിന്ന് കുത്തി എന്നാണ് ആരോപണം. എന്തെങ്കിലും കഴമ്പുണ്ടോ അതിൽ? ഒരു കഴമ്പുമില്ല. ഒരു കഴമ്പുമില്ലെന്ന് മാത്രമല്ല, രമേശ് ചെന്നിത്തല എനിക്ക് വളരെ അടുത്തറിയാം. അങ്ങാർക്ക് അങ്ങനെ ആരെയും കൊടുക്കുന്ന സ്വഭാവമൊന്നുമില്ല. അങ്ങനെ വേറൊരു സ്റ്റൈലാണ്. എല്ലാവരോടും പിന്നെ സ്നേഹത്തോടെയും അടുപ്പത്തോടെയും പെരുമാറുന്ന, അങ്ങനെ ഒരാളെയും മനഃപൂർവ്വം ഉപദ്രവിക്കാൻ മെനക്കിടിയല്ല. അത് പുള്ളിയുടെ ഒരു സ്വഭാവം. അതാണ് യഥാർത്ഥത്തിൽ. അത് പുള്ളിയുടെ ഒരു പരിധിവരെ രാഷ്ട്രീയത്തിൽ പുള്ളിയുടെ ചില പരാജയങ്ങളുടെ കാരണം അതാണ്. പക്ഷെ അതല്ലാതെ മാണി സാറിനെ ഒന്നുമല്ല. അതിൻ്റെ അകത്ത് അന്നത്തെ കേസിനെ സംബന്ധിച്ച് പറഞ്ഞാൽ, പിന്നെ മാണി സാറിൻ്റെ എതിരായിട്ട് വന്ന ബാർക്കോഴയുടെ കേസ്, അപ്പോൾ ആദ്യം ഒരു ക്വിക്ക് വെരിഫിക്കേഷനാണ്. ഈ ക്വിക്ക് വെരിഫിക്കേഷനെ സംബന്ധിച്ചെന്ന് സുപ്രീം കോടതിയിൽ ഒരു UP-യിലുള്ള ഇതാവതിയല്ല എന്തോ ഒരു കേസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ കേസിനകത്ത് സുപ്രീം കോടതി ഒരു വിധി ഉണ്ടായിരുന്നു. ഈ ക്വിക്ക് വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അനന്തമായി നീട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ല. 7 വീക്സ് 42 ദിവസം അതിൽ കൂടുതൽ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ സുനിൽകുമാർ അന്ന് കേരള ഹൈക്കോടതി പോയി. സുനിൽകുമാർ ഹൈക്കോടതി പോയപ്പോൾ ആ സുപ്രീം കോടതി വിധിയെ കോട്ട് ചെയ്തുകൊണ്ട് കേരള ഹൈക്കോടതിയിലെ ജഡ്ജി പറഞ്ഞു ക്വിക്ക് വെരിഫിക്കേഷൻ 7 ആഴ്ചക്കകം തീർക്കണമെന്ന് പറഞ്ഞു. ഇപ്പോൾ 7 ആഴ്ചയായപ്പോൾ ഈ ബാർ മുതലാളിമാർ വന്നിട്ട് ഞങ്ങൾ പൈസ കൊടുത്തിട്ടില്ല എന്നുള്ളത് പറയുന്നില്ല. അവരുടെ ഡിമാൻഡ് എന്ന് വെച്ചാൽ ബാർ തുറന്നു കൊടുക്കണം. അല്ല, ബിജു രമേശ് വളരെ കൃത്യമായിട്ട് ആദ്യഘട്ടത്തിൽ പൈസ, ബിജു രമേശിനെതിരാത്ത കാര്യമൊന്നുമില്ല. ബിജു രമേശൊക്കെ ഇതിന്റെ ഇടയ്ക്ക് വന്ന് പെട്ടയാളാണ്. ഇത് യഥാർത്ഥത്തിൽ അത് വേറെ അജണ്ടയായിട്ട് വന്നതാണ്. ബാറുമായി ബന്ധപ്പെട്ട ബാർ അസോസിയേഷന്റെ, ബാർ ഹോട്ടൽ അസോസിയേഷന്റെ ആളുകൾ, പ്രതിനിധികൾ, അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവര് ആണ് പിന്നെ മാണി സാറിന് പൈസ കൊടുത്തു എന്നൊക്കെ പറയുന്നത്. പക്ഷെ അവരാരും വന്ന് ഈ ക്വിക്ക് വെരിഫിക്കേഷൻ്റെ ഇടയ്ക്ക് പിന്നെ വിജിലൻസിൻ്റെ അടുത്ത് വന്ന് ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയുന്നില്ല. പറയാത്തന്നാന്ന് വെച്ചാൽ അവർക്ക് ബാറ് കിട്ടണം. അതിനവരൊരു ബാർഗെയിനിങ് ആക്കി മാറ്റി. അപ്പോൾ ഇത് 7 ആഴ്ചയായിട്ട് ഇവരുടെ മൊഴിയെടുക്കാൻ പറ്റാതെ വന്നു. കാരണം ഇത് FIR ആണെങ്കിൽ അവരെ ബലമായി വിളിച്ചുകൊണ്ട് വരാം. FIR അല്ല, ക്വിക്ക് വെരിഫിക്കേഷൻ വസ്തുതകൾ പരിശോധിക്കൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവർ വരുന്നില്ല. അപ്പോൾ അന്നത്തെ വിൻസെന്റ് പോളായിരുന്നു, ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹമായിരുന്നു അന്ന് വിജിലൻസ് ഡയറക്ടർ. അദ്ദേഹം പറഞ്ഞു FIR ഇട്ട് ഇവരെ വിളിപ്പിക്കേണ്ടി വരും, ഇവരാരും വരുന്നില്ല, അവർ പിന്നെ മാറി മാറി കളിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ FIR ഇട്ട് വിളിച്ചു, അവരെ സംസാരിച്ചു, ചോദ്യം ചെയ്തു, കാര്യങ്ങൾ മനസ്സിലാക്കി. അവർ പൈസ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. ആ കേസ് പിന്നെ റെഫർ ചെയ്യുകയും ചെയ്തു. FIR ക്ലോസ് ചെയ്യുകയും ചെയ്തതാണ്. മാണി സാറിനെ സേവ് ചെയ്യുകയും ചെയ്തിട്ടുള്ള. ഇതാണ് യഥാർത്ഥത്തിൽ നടന്നത്. അപ്പം FIR ഇട്ടു. അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല പിന്നെ പറഞ്ഞു ഞങ്ങൾ പിന്നെ അന്വേഷിക്കാൻ പോവുകയാണെന്ന് രമേശ് തന്നെ ആദ്യം പ്രഖ്യാപിച്ചു. അത് യഥാർത്ഥത്തിൽ എല്ലാവരും കൂടി ആലോചിച്ചിട്ടാണ്. ഗവൺമെൻറ് നേരിട്ട് ആദ്യം തന്നെ പരാതി വന്നപ്പോഴേ ഗവൺമെൻറ് സ്വമേധയാ തന്നെ അന്വേഷിക്കുന്നു എന്നുള്ളൊരു പ്രതീതി ഉണ്ടാക്കാൻ വേണ്ടി സോളാർ കേസിൽ അത് സംഭവിച്ചത് ഗവൺമെന്റിന്റെ അന്വേഷണം പ്രഖ്യാപിച്ചു. അതെ 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 അതെ. അപ്പം ഇത് പിന്നീട് മാനിപ്പുലേഷനാണല്ലോ നടക്കുന്നത്. നമ്മൾ ഈ ഉദ്യോഗസ്ഥന്മാരൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ലല്ലോ. സോളാർ കേസിലും മറ്റുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ഉമ്മൻചാണ്ടി അവസാന നിമിഷം പറയുന്നുണ്ട്, ഈ സോളാർ കേസിലെ റിപ്പോർട്ട് വന്ന് ആ റിപ്പോർട്ട് പിന്നെ ഇടതുപക്ഷ ഗവൺമെൻറ് ഒരു ആയുധമാക്കുന്ന ഒരു സമയത്ത് ഉമ്മൻചാണ്ടി പറഞ്ഞു എനിക്ക് ഒരൊറ്റ കാര്യത്തിലേ എന്നെ ദുഃഖമുള്ളൂ, എന്നെ ഒരാൾ ബ്ലാക്ക് മെയിൽ ചെയ്തു, ഞാൻ അതിന് നിന്നു കൊടുത്തല്ലോ എന്നെനിക്ക് വേദനയുണ്ടെന്ന് പറഞ്ഞു. ഇത് കമ്മീഷനെ കുറിച്ചാണ് പുള്ളി പറഞ്ഞത്. കമ്മീഷനെ കുറിച്ചാണ്. കാരണം കമ്മീഷൻ എന്ന് ഈ പിന്നോക്ക ക്ഷേമത്തിൻ്റെ ഒരു കമ്മീഷൻ ഉണ്ടായിരുന്നു. പുള്ളി അതിൻ്റെ ചെയർമാനായിരുന്നു. പുള്ളി അതിൻ്റെ എക്സ്റ്റൻഷന് വേണ്ടി നിന്നു. പക്ഷെ ഉമ്മൻചാണ്ടി അതിന് തയ്യാറായിരുന്നില്ല. പക്ഷെ അതിന് പല രീതിയിലുള്ള ഭീഷണികൾ ഉമ്മൻചാണ്ടിക്ക് വലിയ ഇതൊക്കെ വന്നു. അപ്പം ഉമ്മൻചാണ്ടിയുടെ സഹപ്രവർത്തകരെല്ലാവരും വന്ന് പറഞ്ഞു എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. പക്ഷെ ഉമ്മൻചാണ്ടി അതിന് തയ്യാറായില്ല. പക്ഷെ പിന്നീട് പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് അതിന് എക്സ്റ്റൻഷൻ കൊടുത്തപ്പോൾ ഉമ്മൻചാണ്ടി പറയുന്നത് എനിക്കതിനെ ഞാനത് എതിർക്കേണ്ടതായിരുന്നു, അത് ചെയ്തില്ല എന്നുള്ള ഒരു വേദന എനിക്കുണ്ട്
എന്നുള്ളത് വെച്ചാൽ ഇങ്ങനെയുള്ള പക കൊണ്ടല്ല, അത് പിന്നെ അണത്തിക്കലായതുകൊണ്ട് അത് മാത്രമേ എൻ്റെ ജീവിതത്തിലൊരു വിഷമമുള്ളൂ എന്നുള്ള നിലയിൽ. അത് ഇത് കാര്യം എന്താണെന്ന് ഇതുവരെ ഉമ്മൻചാണ്ടി വെളിപ്പെടുത്തിയിട്ടില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് അതായിരുന്നു. കാരണം അത്രമാത്രം ജെനുവിനായിട്ടാണ് ഉമ്മൻചാണ്ടി ആ കേസ് കൈകാര്യം ചെയ്തത്. വേറെ ഒരു പോലീസ് പിന്നെ ഒരു മുഖ്യമന്ത്രിക്കാണെങ്കിൽ അവിടെ പോയി ഈ ശിവരാജന്റെ മുമ്പിൽ പോയി ഇത്രയും മണിക്കൂർ ഇരിക്കേണ്ട ഒരു കാര്യമില്ല. ആ കേസ് ഹൈക്കോടതിയിലേക്ക് തന്നാൽ തന്നെ ഇത് പിന്നെ ക്വാഷ് ചെയ്ത് കളഞ്ഞു തന്നെ. ഒരു കാര്യമുള്ള കാര്യമല്ല. പിന്നെ അന്നത്തെ കാലത്ത് പുള്ളി നീതിമാനാണ് എന്നുള്ളത് ബോധ്യപ്പെടുത്തണമെന്നുള്ള പുള്ളിയുടെ ഒരു ആഗ്രഹമായിരുന്നു. അതിനുവേണ്ടി കമ്മീഷന് മുമ്പിലിരുന്ന്, കമ്മീഷൻ വേറൊരു എന്താ അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഒരു കമ്മീഷനെ കുറിച്ചൊക്കെ പറയുന്നതിന് പരിമിതി ഉള്ളത് കൊണ്ട് ഞാൻ പറയുന്നില്ല. കമ്മീഷൻ വേറൊരു മൂഡിലായിപ്പോയി. ആദ്യം സരിത കമ്മീഷന് ഭയങ്കര എതിരായിരുന്നു, പിന്നീട് സരിത കമ്മീഷന്റെ ആളായി മാറുകയായിരുന്നു. അപ്പം അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടായി അവിടെ. ശരിക്കും കോൺഗ്രസ് തുടർ ഭരണം ഉണ്ടാകുന്ന തരത്തിലേക്കുള്ള ഒരു വലിയ രീതിയിലുള്ള നല്ല രീതിയിലുള്ള ഒരു ഭരണം മുന്നോട്ട് പോകുമ്പോഴാണ് ഇത്തരത്തിലൊരു ആരോപണം ഉണ്ടാകുന്നത്. യഥാർത്ഥത്തിൽ ഇന്നിപ്പോൾ മന്ത്രിയായിരിക്കുന്ന കേരള കോൺഗ്രസ് ബിയുടെ അന്നത്തെ MLA ആയിരുന്ന, അല്ലെങ്കിൽ പിന്നെ അന്ന് ഭരണത്തിലുണ്ടായിരുന്ന അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനത്ത് നിന്ന് രാജിവെപ്പിക്കേണ്ടി വന്നു ഉമ്മൻചാണ്ടിക്ക്. ഈ ഒരു പകയാണ് ഇത്തരത്തിലേക്കുള്ള വലിയ ഒരു ഉമ്മൻചാണ്ടി അന്നൊരു കോംപ്രമൈസ് രാഷ്ട്രീയമായ ഒരു കോംപ്രമൈസ് തയ്യാറായിരുന്നെങ്കിൽ ഇത്തരത്തിലൊരു ആരോപണം ഉണ്ടായില്ലായിരുന്നു. UDF-ന് വീണ്ടും തുടർഭരണമൊക്കെ ഉണ്ടാകുന്ന ഒരു വലിയ രാഷ്ട്രീയ സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നു. ഇങ്ങനെയാണ് തകർക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ എങ്ങനെയാണ് ഒരാൾക്ക് ഇത്രയും വലിയൊരു പക? രാഷ്ട്രീയത്തില് അതൊരു പിന്നെ ആ പക തീർക്കൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും കേട്ടുകേൾവിയില്ലാത്തതാണ്. അതൊന്നും അങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. പക തീർത്തത് തന്നെയാണ്. പിന്നീട് കഥകളെല്ലാം വെളിയിൽ വന്നില്ലേ. അല്ല, പക്ഷെ എന്ത് കാര്യം, ബാലകൃഷ്ണപിള്ളയുടെ മകനും ഒക്കെ ആയിട്ട് ആ സ്ത്രീക്കുള്ള ബന്ധം എന്താണെന്നുള്ളതും അവരുടെ അടുപ്പവും അവരെ എങ്ങനെ ഉപയോഗിച്ചുവെന്നും അത് ഏത് രീതിയിലാണ് ഈ കത്ത് വീണ്ടും ഉണ്ടാക്കിയതെന്നൊക്കെ തുടങ്ങിയിട്ടുള്ള കഥകളെല്ലാം വെളിയിൽ വന്നിരിക്കുന്ന കാര്യമാണ്. എന്നിട്ട് ഈ രാഷ്ട്രീയത്തിൽ വല്ല ക്ഷീണം ഉണ്ടായിട്ടില്ല. അതാണ് ഞാൻ ചോദിച്ചത്. വല്ല ക്ഷീണമുണ്ടോ ഇടതുമുന്നണി? പക്ഷെ ഇടതുമുന്നണിയെ വീണ്ടും അധികാരത്തിൽ കൊണ്ടുവരാൻ സഹായിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയിലുള്ള ഒരു പിന്നെ അതിനുള്ളൊരു സമ്മാനമായിട്ടാണ് അദ്ദേഹത്തെ അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തെ ഇപ്പൊ മന്ത്രിയാക്കിയിരിക്കുന്നതെന്നാണ്. അല്ലെങ്കിൽ ഇത്രയും വലിയ ആരോപണം ഉയർന്നു നിൽക്കുന്ന ഒരാളെ മന്ത്രിയാക്കാൻ തയ്യാറായില്ല. ഈ കേസ് ഇപ്പോഴും ഇവിടെ കിടക്കുക, കൊട്ടാരക്കര കോടതിയിൽ കിടക്കുകയാണ്. ഈ കേസ് കൂടാലോചനയുമായി ബന്ധപ്പെട്ടുള്ള കേസ് അവിടെ കിടക്കുന്നു. ഓക്കെ, നമുക്ക് ഇലക്ഷൻ വീണ്ടും ഒരു ഇലക്ഷൻ കാലത്താണ് നമ്മൾ ഇരിക്കുന്നത് എന്ന് പറയാൻ. നമ്മള് ഏറെ വൈകാതെ തന്നെ ഇലക്ഷൻ ഉണ്ടാവും. കൂടി വന്നു കഴിഞ്ഞാൽ ഒരു 10-45 ദിവസമൊക്കെ കഴിയുമ്പോഴേക്കും ഇലക്ഷൻ വരും. എങ്ങനെയാണ് കോൺഗ്രസ് യഥാർത്ഥത്തിൽ ഈ ഇലക്ഷൻ നേരിടാൻ പോകുന്നത്? അതിൻ്റെ ഒരു കാരണം, കഴിഞ്ഞ 5 വർഷം മുന്നേ കോൺഗ്രസ് നേരിട്ട തരത്തിലുള്ള ഒരു ഇലക്ഷൻ അല്ല വരാൻ പോകുന്നത്. കാരണം BJP-യുടെ അതിശക്തമായ ഇടപെടലുകൾ കേരളത്തിലടക്കം വരുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം കൂടെ ഉണ്ടായിരുന്ന കേരള കോൺഗ്രസ് എമ്മിനെ പോലുള്ള പാർട്ടികൾ ഇല്ല. അത് കോട്ടയം പോലുള്ള മണ്ഡലങ്ങളിൽ പ്രതിഫലനം ഉണ്ടാക്കും. നിരവധിയായ പ്രശ്നങ്ങളുണ്ട്. കാരണം സംഘടനാ സെറ്റപ്പിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എങ്ങനെയാണ് കോൺഗ്രസ് ഈ ഇലക്ഷനെ നേരിടാൻ പോകുന്നത്? ഞാൻ കോട്ടയംകാരൻ എന്നുള്ള നിലയിൽ ഒരു കാര്യം പറയാം. കേരള കോൺഗ്രസ് എം പോയിട്ട് ആദ്യ സമയത്ത് ഞങ്ങൾക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായി. കാരണം അതിന് ഞങ്ങൾക്കൊരു തയ്യാറെടുപ്പില്ലായിരുന്നു. പ്രത്യേകിച്ച് ഒരു പാറ്റേൺ ആയിരുന്നു എല്ലാ കാലത്തും. പിന്നെ UDF-ല് കേരള കോൺഗ്രസ് ഇത്ര സീറ്റ് അവരവിടെ നിൽക്കുന്നു, ഇവരിവിടെ നിൽക്കുന്നു എന്നുള്ള നിലയിൽ ഒരു 10-40 കൊല്ലമായിട്ടൊരു രീതിയിൽ ഇങ്ങനെ പോരുകയായിരുന്നു. വളരെ അപ്രതീക്ഷിതമായിട്ട് ഞാൻ പ്രതീക്ഷിച്ചത് അവർ പോകുന്നു. കാരണം പിന്നെ എങ്ങനെയും പോകാൻ വേണ്ടിയിട്ട് അത് ജോസ് കെ മാണി ഇപ്പം മാത്രമല്ല, ഇപ്പൊ അവർ പറയുന്നല്ലോ ഞങ്ങളെ പറഞ്ഞു വിട്ടു. അത് വെറുതെയുള്ള ആരോപണം. അതിനൊക്കെ മുമ്പ് തന്നെ ആ തെരഞ്ഞെടുപ്പിൽ നമ്മൾ തോറ്റു കഴിഞ്ഞപ്പോൾ തന്നെ UDF തോറ്റപ്പോൾ തന്നെ ജോസ് കെ മാണിയുടെ സമ്മർദ്ദഫലമായിട്ടാണ് മാണി സാറ് UDF-ൽ നിന്ന് മാറി നിന്നത്. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അദ്ദേഹത്തിന്റെ മേലുള്ള ആരോപണം ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ശക്തമായി വരരുത്. 2, പറ്റുമെങ്കിൽ മോനെ സംബന്ധിച്ചിടത്തോളം പറ്റുമെങ്കിൽ മറുചേരിയിൽ നിന്നുകൊണ്ട് പിന്നെ രക്ഷപ്പെടാൻ പറ്റുമോ എന്നുള്ളത് നോക്കണം. അപ്പം അന്ന് വരെ ഒരു വിഭാഗം ഇങ്ങനെ അദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിക്കുക. ആരോപണം എന്നൊക്കെ പറഞ്ഞാൽ എത്ര ശക്തമായ ആരോപണങ്ങളാണ്. നമ്മളെ സുനിൽകുമാറൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. കേരള പിന്നെ നിയമസഭയിൽ ബഡ്ജറ്റ് വിൽക്കുന്നവൻ, ബഡ്ജറ്റ് വിറ്റ് കാശാക്കുന്നവനാണിത്. ഒരു തവണയല്ല, പല തവണയും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ നിയമസഭയിലുണ്ടതാ. ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അത്ര നീചമായിട്ട് ഒരു മനുഷ്യനെ ഇത്രമാത്രം ആക്രമിച്ചത് ജോസ് കെ മാണി. അതൊക്കെ യാതൊരു തരത്തിൽ അതൊക്കെ ആത്മാഭിമാനത്തിന്റെ ഒരു അംശമെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഓർത്തിരിക്കും. എൻ്റെ അച്ഛനെ ഇത്രമാത്രം ആക്ഷേപിച്ചവരാണല്ലോ ഈ മുന്നണി. എന്തുമാത്രം അപമാനിച്ചു.
ഇന്ത്യയിൽ എവിടെയെങ്കിലും പിന്നെ ഇതുപോലെയുള്ള ഒരു ജനാധിപത്യ സംവിധാനത്തിലൊരു നിയമസഭയിൽ ഇതുപോലത്തെ പിന്നെ അഴിഞ്ഞാട്ടം നടന്നിട്ടുണ്ടോ? ഒരു ഇതുമായി ബഡ്ജറ്റ് വായിക്കാതിരിക്കാൻ എന്താ നടത്തിയതെന്ന്. അപ്പോൾ അത്രയും നടത്തിയിട്ട് പോലും ഒരു പിന്നെ ചമ്മലുമില്ലാതെ എനിക്ക് തോന്നുന്നത് ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരുപാട് കോപ്പ് കൂട്ടി ഇദ്ദേഹത്തിനെതിരെ ശക്തമായ അറ്റാക്കുകൾ വരിക, അതിൻ്റെ മുനയൊടിക്കുക ഒന്ന്, അങ്ങോട്ട് കൂടിയാൽ പിന്നെ തീർന്നല്ലോ. അവരെ സംബന്ധിച്ചിടത്തോളം ഈ സെൻട്രൽ ട്രാവൻകൂറിൽ കയറിപ്പറ്റുക എന്നുള്ളത് CPM-ന് ഒരു പ്രധാന കാര്യം. അപ്പൊ അത് തമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അണ്ടർഗ്രൗണ്ടിൽ. അപ്പൊ അതിന്റെ യഥാർത്ഥത്തിൽ അന്ന് പറഞ്ഞിരുന്നത് ചില വൈദികർ, ചില ബിഷപ്പുമാർക്കൊക്കെ യഥാർത്ഥത്തിൽ ഇടതുമുന്നണിയായിട്ട് കേരള കോൺഗ്രസ് ചേരുന്നതിൽ താല്പര്യമുണ്ട്. അതിപ്പോഴും ഞാനൊരു കാര്യം പറയാം, അങ്ങനെ വൈദികരും ബിഷപ്പുമാരൊന്നുമല്ല. ചില വൈദികർ, വളരെ ചുരുക്കം വൈദികർ മാത്രമേ പൊളിറ്റിക്സിലൊക്കെ ഇൻട്രസ്റ്റ് കാണിക്കുകയും ഇത്തരം ചർച്ചകളുടെ ഭാഗമാവുകയൊക്കെ ചെയ്യുള്ളൂ. അല്ലാണ്ട് കേരളത്തിലെ കത്തോലിക്ക ബിഷപ്പുമാരൊന്നും ഇതിൻ്റെ ഒന്നും പിന്നാലെ നടക്കുന്നവരൊന്നും അല്ല. ഞാനും ആ സഭയിൽപ്പെട്ടിട്ടുള്ള ആളാണ്. നീ വളരെ അടുപ്പമുള്ള ആളാണ് എല്ലാവരുമായിട്ട്. അവരൊന്നും അനാവശ്യമായിട്ടൊന്നും ഇതിനകത്ത് ഇടപെടാറില്ല. ചുരുക്കം ചില അച്ഛന്മാരോ ചില ബിഷപ്പുമാരൊക്കെ ഇതിനകത്തൊക്കെ അഭിപ്രായം പറയും. അപ്പം അതിൻ്റെ പേരിലൊന്നും അല്ല. ഇതൊക്കെ പിന്നെ അവരുടെ തലയിലേക്ക് വഴിവെക്കുന്നു. പിന്നെ നമ്മുടെ ഒരു കേരളത്തിലൊരു പൊതുബോധം, കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ബിഷപ്പുമാർ പറയുന്ന വഴിയെ പോകുന്നതാണെന്നുള്ളത്. അതൊക്കെ ഒരു കാലത്തൊക്കെ ഉണ്ടായിരുന്നു. കേരള കോൺഗ്രസ്സുകാര് യോജിച്ച സമയത്ത് ഇതേ ആരോപണം ഉണ്ടായി. അതിനൊക്കെ ചില ബിഷപ്പുമാരൊക്കെ നിന്നിട്ടുണ്ട്. ജോസഫും മാണി സാറും അതുപോലെ തന്നെ PC ജോർജും എല്ലാ ആളുകളും ഒരുമിച്ചുകൊണ്ട്. അല്ല, അപ്പൊ അതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്കൊക്കെ ഒരു മധ്യസ്ഥനെ ചിലപ്പോൾ ആവശ്യമുണ്ട്. അപ്പൊ ഇവരെല്ലാവരും തന്നെ ഏതെങ്കിലും ബിഷപ്പിനെ പിടിച്ചിടുന്നത് അതിൻ്റെ അകത്ത്, അല്ലാണ്ട് ബിഷപ്പ് പിടിച്ചുകൊണ്ട് വരുന്നതല്ല. ബിഷപ്പിനെ പിടിച്ചിടും ഇതിനകത്തൊരു മധ്യസ്ഥനായിട്ട്. 3 പേർക്ക് അംഗീകരിക്കാവുന്ന ഒരു മധ്യസ്ഥനെ ഇവരെല്ലാവരും കൂടെ കണ്ടെത്തി അവരെ കൊണ്ട് സംസാരിപ്പിക്കുന്നതാണ്. അല്ലാണ്ട് അവരുടെ ഒന്നും സമ്മർദ്ദം കൊണ്ടാണത് സംഭവിച്ചതെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവരുടെ തന്നെയാണ്. ഒന്ന് കേരള കോൺഗ്രസിന്റെ പേരിലുള്ള പിന്നെ ആരോപണങ്ങൾ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും, കേസുകൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അതിന്റെ എല്ലാം മുനയൊടിക്കും, പൊടിഞ്ഞല്ലോ. രണ്ട് സോളാർ കേസും അതുപോലെ തന്നെ ബാർക്കോഴ കേസും തന്നെയല്ലേ ജോസ് കാണിയനെ ശരിക്കും പറഞ്ഞ് ഭയപ്പെടുത്തിയിരുന്നത്. സോളാർ കേസിനകത്ത് ജോസ് കെ മാണിക്ക് അത്രയും പ്രശ്നമില്ല. ജോസ് കെ മാണിയുടെ സ്ത്രീ എഴുതിയ ഒരു പേരുണ്ടായിരുന്നു. ആ കത്താര എഴുതിയെന്നുള്ളതിനെ കുറിച്ച് ഇനിയിപ്പോൾ അവര് തന്നെ അന്വേഷിക്കണം. ഇനിയിപ്പം ആ കത്ത് എഴുതിയ അതിന്റെ ആളുകളൊക്കെ ഇപ്പോഴത്തെ മന്ത്രിസഭയിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് ജോസ് കെ മാണിക്ക് അതുകൊണ്ട് അതൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം ബായി പറഞ്ഞ് തീർത്ത് കാണുമായിരിക്കും. അപ്പൊ അതല്ല, അതിനെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള ഒരു ലക്ഷ്യത്തിൽ ഇവർക്ക് ഇത് മുന്നണി വിട്ടു പോകാൻ ആഗ്രഹിച്ചു. അതിനൊരു കാരണം നോക്കിയിരിക്കുകയായിരുന്നു. ഒരു കാരണം ഈ കേരള കോൺഗ്രസിന്റെ കോട്ടയം ജില്ലാ പഞ്ചായത്തിന്റെ ഒരു വിഷയം. കോട്ടയം ജില്ലാ പഞ്ചായത്ത് ഞങ്ങൾ എല്ലാവരും കൂടെ, ഞാൻ ഉൾപ്പെടെ ഇരിക്കുന്നുണ്ട്, ഉമ്മൻചാണ്ടി സാറും എല്ലാവരും കൂടി PJ ജോസഫ് എല്ലാവരും കൂടി എടുത്തൊരു തീരുമാനം അവസാനത്തെ ഒരു 3 മാസം കൊടുത്തേക്കാം, ജോസഫ് പറഞ്ഞ ആളിന് കൊടുത്തേക്കാനായിട്ട്. അത് പിന്നെ എല്ലാവരും എഗ്രി ചെയ്ത് അതിന്റെ അടിസ്ഥാനത്തിൽ അവർ പ്രസിഡന്റായി. പക്ഷെ ആ തീരേണ്ട 3 മാസത്തിന് മുമ്പ് ചുമ്മാ ഒരു ഉടക്ക് ഇല്ല, ഞങ്ങൾ മാറില്ല. അത് കാരണം ഉണ്ടാക്കി പോയതാണ്. പക്ഷെ അപ്രതീക്ഷിതമായ പോക്ക് പോയത് കൊണ്ട് ഞങ്ങൾക്ക് ആ പിന്നെ പഞ്ചായത്ത് ഇലക്ഷനിലൊക്കെ കുറച്ച് ബാധിച്ചിട്ടുണ്ട്. കാരണം ഞങ്ങൾ അതിനുള്ള ഒരു പ്രിക്കോഷൻസ് ഒന്നും അത്രയധികം ഇല്ല. കാരണം നമുക്ക് കുറേ നഷ്ടം ഉണ്ടായിരുന്നത്. പക്ഷെ പിന്നീട് അസംബ്ലിയിൽ 1-2 സീറ്റുകളിലൊക്കെ ഈ പറഞ്ഞ ഒരു പ്രയാസം ഉണ്ടായിരുന്നു. കാരണം വർഷങ്ങളായി ആ കാഞ്ഞിരപ്പള്ളിയിലൊക്കെ ഉണ്ടാകുന്ന 10-40 വർഷമായിട്ട് അവരുടെ കയ്യിൽ മാത്രം ഇരിക്കുന്ന സീറ്റാണ്. ഞങ്ങൾ അങ്ങനെ ഒരു സംഘടന, ആ ഒരു ഇലക്ഷൻ പോയിന്റ് ഓഫ് വ്യൂയുള്ള ഒരു പൊളിറ്റിക്കൽ വർക്ക് അവിടെ അധികം നടത്താറുമില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണം നമുക്കുണ്ടായിരുന്നു. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഇപ്പം വരാൻ പോകുന്ന ലോക്സഭാ ഇലക്ഷൻ വേറെ ഏത് സീറ്റിനെ സംബന്ധിച്ച് ഞാൻ പറയുന്നില്ല, കോട്ടയം സീറ്റ് UDF ജയിച്ചിരിക്കും. അല്ല, പക്ഷെ അതിൽ വേറൊരു പ്രശ്നം ഉറപ്പാണ്. അതിൽ വേറൊരു പ്രശ്നമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം UDFന്റെ സ്ഥാനാർത്ഥിയായി ആയിരുന്നത് തോമസ് ചാഴിക്കാടനാണ്. തോമസ് ചാഴിക്കാടന് ഇപ്പൊ UDFന്റെ ഭാഗമല്ല. അല്ല, അപ്പൊ ഒരു MP നഷ്ടപ്പെട്ടത് അവിടെ. അത് UDFന് ഒരു MP നഷ്ടപ്പെട്ടു എന്നുള്ളതാണല്ലോ അതിൽ സംഭവിച്ചത്. ഞങ്ങൾക്ക് അടുത്ത തവണ വീണ്ടും കൊടുക്കുന്ന ആർക്കാണ്? കേരള കോൺഗ്രസിന്റെ മറ്റൊരു ഗ്രൂപ്പിനാണ് ഇവർ. അതിനകത്ത് അങ്ങനല്ല. കേരള കോൺഗ്രസ് എന്തായാലും UDFനൊപ്പം ജോസഫ് ഗ്രൂപ്പ് നിൽക്കുന്നുണ്ട്. PJ ജോസഫും സംഘവും നമ്മളോടൊപ്പം നിൽക്കുന്നു. അപ്പൊ ഞങ്ങൾ ഇതെല്ലാം കൂടെ പിടിച്ചെടുത്തു എന്നൊരു പേര് കേൾപ്പിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. പക്ഷെ കോട്ടയത്ത് യഥാർത്ഥത്തിൽ ഈ കോൺഗ്രസിന് ഒറ്റയ്ക്ക് ജയിക്കാൻ പറ്റുന്ന സംഘടനാ ശേഷി ഉണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. ശരിയാണോ? അല്ല, കോൺഗ്രസിന് പിന്നെ നല്ല സംഘടനാ ശേഷിയുള്ള സ്ഥലം തന്നെയാണ്. പക്ഷെ അതിനേക്കാളും ഞങ്ങളുടെ ഒരു കോട്ടയത്തിന്റെ ഒരു പ്രത്യേകത UDF എന്ന് പറഞ്ഞൊരു കൾച്ചറാണ്. അത് ശരിയാണ്. UDF എന്ന് പറയുന്ന ഒരു പാർട്ടിയായിട്ട് ആളുകൾ കാണുന്നത്, ഒരു രാഷ്ട്രീയ പാർട്ടി ആയിട്ടാണ്. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഉമ്മൻചാണ്ടി സാർ മരിച്ചതിന് ശേഷം പുതുപ്പള്ളിയിൽ നടന്ന ബൈ ഇലക്ഷനിൽ അവിടെ വലിയ ഘടകകക്ഷികളൊന്നും ഉള്ള സ്ഥലമല്ല. മുസ്ലിം ലീഗ് ഒന്നും അങ്ങനെ ശക്തിയല്ല, ഒന്നും അല്ലാത്ത കോൺഗ്രസ് മാത്രമുള്ള സ്ഥലമാണ്.
അത് 62% വോട്ടാ കിട്ടിയിരിക്കുന്നത്. കേരളത്തിന്റെ അതിപ്പോ എല്ലാ ഇലക്ഷനിലും അങ്ങനെ ഒരു ട്രെൻഡ് ആയിരിക്കണം എന്നില്ല. അല്ല, പക്ഷേ ഈ അത്തരത്തിലൊരു സ്വീകാര്യതയുള്ള ഒരു സ്ഥലം കൂടിയാണ് കോട്ടയം. തീർച്ചയായിട്ടും ആ കോട്ടയത്ത് വീണ്ടും ഒരു ഘടകകക്ഷിക്ക് കൊടുത്തിട്ട് വീണ്ടും ഒരു പരിശീലനം നടത്തുമെന്നുള്ള ചോദ്യം. ഞാൻ പറയട്ടെ, ജനങ്ങൾ അങ്ങനല്ല. വേറൊരു കാര്യമുണ്ട്. ഇപ്പൊ ഞങ്ങള് ഐക്യജനാധിപത്യ മുന്നണിക്ക് ഒരു സിസ്റ്റം ഉണ്ട്. പാർലമെന്റ് ഇലക്ഷന് കോൺഗ്രസ് ഇത്ര സീറ്റ്, ലീഗിൽ ഇത്ര, പിന്നെ പിന്നെ RSP ഒരു സീറ്റ്, കേരള കോൺഗ്രസ് ഒരു സീറ്റ്. ഇതൊരു സിസ്റ്റമാണ് കുറേ കാലമായിട്ട്. അപ്പോൾ ഇതിനകത്ത് കേരള കോൺഗ്രസിൻ്റെ ഒരു വിഭാഗം ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു സമയത്ത് ഞങ്ങൾ എല്ലാ സീറ്റും കൊണ്ട് പിടിച്ചു പറിച്ചു, അവരെ അങ്ങ് ഒതുക്കി എന്ന് പറയുമ്പം അതിനകത്തൊരു നീതികേട് ഒരു പരിധി വരെ ഒരു വിഭാഗം ജനത അത് കണ്ടെന്നിരിക്കാം. അപ്പോൾ അത് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് അവർക്ക് അർഹിക്കുന്ന സീറ്റ് കൊടുക്കുക. പക്ഷേ ഞങ്ങൾക്ക് ഒരു കണ്ടീഷൻ ഉണ്ടാവും. പിന്നെ എല്ലാവർക്കും അക്സെപ്റ്റബിളായ കാൻഡിഡേറ്റിനെ നിർത്തണം എന്നുള്ള ഒരു കണ്ടീഷൻ അത് കോൺഗ്രസ് പറയും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് ഒരു കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, വേറെ ഏത് സീറ്റിൽ എന്ത് സംഭവിച്ചാലും കോട്ടയം സീറ്റ് ഇത്തവണ UDF ജയിക്കും. എല്ലാ കാലാകാലങ്ങളായിട്ട് UDF. അത് മാത്രമല്ല, ഇപ്പോഴത്തെ ട്രെൻഡിൽ അത്ര, കാരണം ഇപ്പം ഈ അടുത്ത കാലത്തൊക്കെ ഇപ്പം നമ്മുടെ മീനച്ചി താലൂക്കാണ് കേരള കോൺഗ്രസിന്റെ വലിയ കേന്ദ്രമാണ്. അവിടെ ഒക്കെ നടന്നിട്ടുള്ള ഈ പഞ്ചായത്ത് ഇലക്ഷനുകൾ, അതുപോലെ തന്നെ അവിടെ നടന്നിട്ടുള്ള പിന്നെ ബാങ്ക് തെരഞ്ഞെടുപ്പുകൾ, ഇത് മുഴുവൻ എന്ന് വെച്ചാൽ മാണി ഗ്രൂപ്പും ഞങ്ങളും കൂടെ ഒന്നിച്ചു ഭരിച്ചുകൊണ്ടിരുന്ന ബാങ്കുകളിൽ നിന്ന് മാണി ഗ്രൂപ്പ് പോയി കഴിഞ്ഞിട്ട് ഞങ്ങൾ തന്നെയും ഞങ്ങളെല്ലാം ജോസഫിനെയും കൂട്ടി നമ്മൾ നിൽക്കുന്ന എല്ലാ സ്ഥലത്തും അവർ CPM-ന്റെ കൂടെ മത്സരിച്ചിട്ടും അവിടെല്ലാം ഞങ്ങൾ തിരിച്ചു പിടിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെയൊക്കെ ആ ഒരു ട്രെൻഡ് അവിടെയുണ്ട് UDF-ന് അനുകൂലമായ. അല്ല, UDF-ന് അനുകൂലമായ ട്രെൻഡ് ഉണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മാണി സാർ കയ്യിൽ സ്വന്തം പോലെ പാല നഷ്ടപ്പെട്ടു പോയത്. ഈ പാലാ നിയോജകമണ്ഡലത്തെ കുറിച്ചൊക്കെ ആളുകൾ ധരിച്ചു വെച്ചേക്കുന്നത് ഇതാണ് കേരള കോൺഗ്രസിന്റെ വലിയ കോട്ടയാണെന്ന്. അവിടെ 5 പഞ്ചായത്ത് കോൺഗ്രസ്, 6 പഞ്ചായത്ത് കോൺഗ്രസ്സാണ് ഭരിക്കുന്നത്. അത് മിക്കവാറും ഒറ്റയ്ക്ക് തന്നെ ഭരിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് അല്ല, ചിലപ്പം ജോസഫ് ഗ്രൂപ്പിന് 1-2 സീറ്റുകളൊക്കെ കണ്ടേക്കാം. ബാക്കിയൊക്കെ അത് ആ രീതിയിൽ ഞങ്ങൾക്ക് പാലായി വേറുള്ളതാണ്. പിന്നെ എന്നാന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞതുപോലെ ഏതാണ്ട് 75 അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം മാണി സാർ ഞങ്ങളുടെ കൂടോട്ട് വന്നു. ഞാൻ പല നിയോജകമണ്ഡലംകാരനാണ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. 75 കേരള കോൺഗ്രസിലോട്ട് വന്നു. അന്ന് മുതൽ പിന്നെ മാണി സാറാണ് നിൽക്കുന്നത്. അവിടുത്തെ മറ്റെല്ലാം തീരുമാനിക്കുന്നത് UDF-ൽ മാണി സാറിൻ്റെ താല്പര്യമാണ്, പാലായിലെ താല്പര്യങ്ങൾ. അപ്പം അങ്ങനെ ഇതിനകത്തൊരു വലിയ മാനസികമായിട്ടൊരു ഒരു അകൽച്ചയുണ്ടായിരുന്നു. കോൺഗ്രസ് വർക്കേഴ്സിന് ന്യായമായിട്ടുള്ളതൊന്നും കിട്ടുന്നില്ല. എല്ലാം മാണി സാർ എന്ന് പറഞ്ഞ് മുകളിൽ നിന്ന് തീരുമാനിക്കുന്നു, മാണി സാർ കൊണ്ടുപോകുന്നു എന്നുള്ള. അപ്പോൾ അതുകൊണ്ടൊരു വാശിയും കൂടെ ഉണ്ടായിരുന്നു. ഈ നമുക്കറിയാം 75 കാലഘട്ടത്തൊക്കെ അതിന് ശേഷമൊക്കെ എന്ന് പറഞ്ഞാൽ 22 സീറ്റൊക്കെ കേരള കോൺഗ്രസിനുണ്ടായിരുന്നു. മധ്യ കേരള യഥാർത്ഥത്തിൽ കേരള കോൺഗ്രസിന്റെ ഒരു വളരെ ശക്തി ഉണ്ടായ സമയത്ത് 25 സീറ്റ് കിട്ടി. അത് ബാലകൃഷ്ണ പിള്ളേന്റെ കേരള കോൺഗ്രസ് വേറെയുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കേരള കോൺഗ്രസ് വേറെയുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ നായന്മാരുടെ കേരള കോൺഗ്രസും ക്രിസ്ത്യാനിയുടെ കേരള കോൺഗ്രസും ഒക്കെ പറഞ്ഞുകൊണ്ട് വളരെ ശക്തമായിരുന്ന കാലമുണ്ട്. ഇപ്പൊ കേരള കോൺഗ്രസ് യഥാർത്ഥത്തിൽ ഇപ്പൊ അത്തരത്തിലൊരു ശക്തി ഉണ്ടോ? കേരള കോൺഗ്രസ് ഇപ്പൊ 6, 7, 8, 9 കേരള കോൺഗ്രസുകൾ. അതിനകത്ത് പിന്നെ BJ ജോസഫ് സാറിന്റെ കേരള കോൺഗ്രസും ജോസ് കെ മാണി 2 കേരള കോൺഗ്രസിലെ ആളുകളും. ബാക്കിയെല്ലാം പേരിനാണ്. ഇപ്പൊ ഇന്നലെ നമ്മുടെ PC ജോർജിന്റെ അത് BJP-യിലോട്ട് പോയി. പിന്നെ വേറെ ഉണ്ടായിരുന്നത് സ്കറിയ തോമസിന്റെ ഒരു കേരള, അതിപ്പോ നമ്മുടെ ബിനോയ് കൊണ്ട് നടക്കുന്നുണ്ട്. അത് ഇപ്പൊ ഇടതുപക്ഷ മുന്നണിയിലുണ്ട്. 3 കേരള കോൺഗ്രസ് ഇപ്പം ഇടതുപക്ഷ മുന്നണിയിലുണ്ട്. പിന്നെ നമ്മുടെ ബാലകൃഷ്ണപിള്ളയുടെ പാർട്ടി കേരള കോൺഗ്രസ് B ഉണ്ട്. പിന്നെ കേരള കോൺഗ്രസ് ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ ഒരു കഷ്ണമായിട്ട് ആന്റണി രാജു ഉണ്ട്. ഇങ്ങനെ എത്ര കേരള കോൺഗ്രസ് ആണെന്ന് അവർക്ക് തന്നെ അറിയത്തില്ല. എണ്ണിയാ തീരാത്ത കേരള കോൺഗ്രസ് ഉണ്ട്. അതിനകത്ത് ഈ 2 കക്ഷികൾക്കേ ഉള്ളൂ കേരള കോൺഗ്രസിന്റെ കൾച്ചറുമായിട്ട്, അല്ലെങ്കിൽ കേരള കോൺഗ്രസിന്റെ റാങ്ക് ആൻഡ് ഫയലിൽ അവരൊരു പ്രത്യേക ഒരു പരിധി വരെയും ഒരു സാമുദായിക സ്വഭാവമുള്ള പാർട്ടിയല്ലേ. സമുദായത്തിനകത്ത് എന്തെങ്കിലും സ്വാധീനം ചെലുത്താൻ പറ്റുന്നത് ഈ 2 പേർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ പണ്ടൊക്കെ ഉണ്ടായിരുന്നതിന്റെ 10-1 ഇല്ല എന്നുള്ളത് വേറൊരു കാര്യം. ഈ മൂവാറ്റുപുഴയില് വളരെ ശക്തനായ ഒരു നേതാവായിരുന്നു താങ്കൾ. പക്ഷെ പിന്നീട് അത് അവിടെ നഷ്ടപ്പെടുന്നു. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഇത് സത്യത്തിൽ ഇന്നും എന്നും നിങ്ങളിപ്പോൾ മൂവാറ്റുപുഴ ചെന്ന് ചോദിച്ചാൽ മൂവാറ്റുപുഴയുടെ വികസനത്തിന് വേണ്ടി ജീവിതം ഞാൻ സമർപ്പിച്ചൊരു മണ്ണാണ്. എനിക്ക് അത്രമാത്രം ഇന്നും ഇതുപോലെ അഫക്ഷൻ എനിക്കുണ്ട്. അതുകൊണ്ട് ഇന്നും ഞാൻ രാവിലെ എഴുന്നേറ്റ് മൂവാറ്റുപുഴ ചെന്നിട്ടേ പിന്നെ വേറെ എങ്ങോട്ടെങ്കിലും പോകും. കാരണം അവിടെ എന്തെങ്കിലും കല്യാണം കാണും, അവിടെ എന്തെങ്കിലും മരണം കാണും, അല്ലെങ്കിൽ എന്തെങ്കിലും പാർട്ടിയുടെ പരിപാടി കാണും. എന്നെ വിളിക്കും എല്ലാത്തിനും. അപ്പം ഞാൻ അവിടെ ചെന്നിട്ട് ബാക്കി ഇവിടെ നിന്ന് തന്നെ ഇപ്പം ഇവിടെ താമസിക്കുന്നതന്നെ ഒരു പരിധിവരെ മൂവാറ്റുപുഴയിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ മൂവാറ്റുപുഴയിൽ ചെന്നിട്ട് ബാക്കി സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്.
അത്രയും ബന്ധമുള്ളൊരു സ്ഥലമാണ് അത്. പക്ഷേ ആ ഒരു തെരഞ്ഞെടുപ്പ് അപ്രതീക്ഷിതമായിരുന്നു എൻ്റെ പരാജയം. ആ പരാജയം എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് രണ്ട് കാര്യങ്ങളായിരുന്നു അന്ന് ഈ സോഷ്യൽ മീഡിയയുടെ ഒരു തുടക്കകാലം. തെരഞ്ഞെടുപ്പിൽ തുടങ്ങിയ കാലമാണ്. സ്റ്റേറ്റ് പൊളിറ്റിക്സ് അതിന് തൊട്ട് മുമ്പ് നരേന്ദ്രമോദി ദേശീയ തലത്തിലൊക്കെ ആരംഭിച്ചെങ്കിലും അതൊന്നും ഇവിടെ അത്രമാത്രം അങ്ങ് ആയില്ലായിരുന്നു. സോഷ്യൽ മീഡിയ ഒന്ന്. രണ്ട്, ജനാധിപത്യ കേരള കോൺഗ്രസ് പറഞ്ഞൊരു പാർട്ടി ഇലക്ഷൻ ഒരാഴ്ച മുമ്പുണ്ടായി. അതാകെ അതിന് അണികളുള്ള ഒറ്റ നിയോജകമണ്ഡലം മൂവാറ്റുപുഴയാണ്. അത് ഫ്രാൻസിസ് ജോർജ്, കെ എൻ ജോർജിന്റെ മകൻ, അവരുടെ ഒരു രഹസ്യമാണ് അവിടുത്തെ കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ. രണ്ട് പഞ്ചായത്തും ആണ് അവർ ഭരിക്കുന്നുണ്ടായിരുന്നെന്ന്. പിന്നെ നമ്മുടെ ആരക്കുഴയിലും അതുപോലെ കല്ലൂർക്കാട്, ആ രണ്ട് പഞ്ചായത്തും അവരുടെ കയ്യിലായിരുന്നു. അപ്പോൾ ഈ ജനാധിപത്യ കേരള കോൺഗ്രസ് ഉണ്ടായപ്പോൾ അതിന് കേരള കോൺഗ്രസ് ഒന്നടങ്കം അങ്ങ് പോകുമായിരുന്നു. പിന്നെ അവർ ഇറങ്ങി പിന്നെ ഒരുപാട് ക്യാമ്പയിനുകൾ നടത്തി. ക്യാമ്പയിനുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ കോളേജിൽ KSUക്കാർ സമരം നടത്തി. അത് വാഴക്കനായതിൻ്റെ പിന്നിൽ നിർമ്മല കോളേജിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ക്രിസ്ത്യൻ കേന്ദ്രങ്ങളിലൊക്കെ പോയി ഇവർ വലിയ പ്രചരണങ്ങളെല്ലാം നടത്തി. മനസ്സാവാച അറിയാത്ത കാര്യങ്ങൾ പോലും. പിന്നെ അതുപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയയുടെ പുതിയ ഒരു സ്ഥാനാർത്ഥി വന്നപ്പോഴത്തേക്കും അങ്ങനെ ഒട്ടും പിന്നെ അവിടെ അറിയപ്പെടുന്ന ആളൊന്നും ആയിരുന്നില്ല. പക്ഷേ ഈ സോഷ്യൽ മീഡിയയിലൂടെ ദാരിദ്ര്യത്തിൻ്റെയും വേറൊരു വലിയ മാർക്കറ്റിങ്, സെൽഫ് മാർക്കറ്റിങ്, അത് കണ്ടുപിടിക്കേണ്ടതാണ്. എന്നെ അത്ഭുതപ്പെടുത്തിയതാണ്. അതൊക്കെ എന്ന് വെച്ചാൽ ആളുകളെ പെട്ടെന്ന് ആകർഷിക്കത്തക്ക രീതിയിൽ വളരെ ചീപ്പായിട്ടുള്ള കടലാസയിലേക്ക് ഒരു വലിയ ഒരു സ്റ്റോറി പോലെ വലിയ സ്ക്രിപ്റ്റ് എഴുതി അതങ്ങാണ്ട് ആദ്യമേ വിടുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ സോഷ്യൽ മീഡിയ വഴിയായിട്ട് ഇങ്ങനെ പ്രചരണങ്ങൾ. അപ്പോൾ ഇങ്ങനെ വലിയ ഒരു ദാരിദ്ര്യത്തിൻ്റെ വലിയ ഒരു താഴെത്തട്ടിൽ നിന്ന് വന്ന വലിയ പ്രതീക്ഷയുള്ള ഒരാളാക്കി അങ്ങോട്ട് അവതരിപ്പിക്കുകയാണ്. കോളേജ് ഇലക്ഷനിലൊക്കെ അതുണ്ടാക്കും. അതങ്ങ് ഉണ്ടാക്കിയിട്ട് അത് കുറച്ച് പത്രലേഖകരും കൂടി ഇവിടുത്തെ നല്ല പ്രധാനപ്പെട്ട പത്രത്തിൻ്റെയൊക്കെ അതൊക്കെ അവരൊരു 1.5 വർഷത്തെ പ്ലാനിങ്ങാണ്. പ്രധാനപ്പെട്ട പത്രത്തിൻ്റെയൊക്കെ ജില്ലാ ലേഖകന്മാരൊക്കെ ഇതിൻ്റെ കക്ഷികളായി. ആദ്യത്തെ തന്നെ ഒരു വീട് 42 വയസ്സുള്ള ഒരാൾ, പിന്നെ ഒരൊറ്റമുറി വീട്ടിൽ ഒരു സ്റ്റൂള് മാത്രം സ്വന്തം സ്റ്റൂളെ കയറിയിരിക്കുന്ന ഒരു പടമൊക്കെ ആയിട്ട് ഇങ്ങനെ വേറൊരു രൂപത്തിൽ. അവിടെയൊന്നും അല്ല പുള്ളി താമസിക്കുന്നതല്ല. എന്ന് വെച്ചാൽ ഫുള്ളായിട്ടുള്ള ഒരു ഡ്രമാറ്റിക് ഒരു എൻട്രി ആയിരുന്നു പുള്ളിയുടെ. അപ്പോൾ അതിൻ്റെ വലിയ ക്യാമ്പയിൻ ഇങ്ങനെ വന്നു. അത് പിന്നെ ആ ഇലക്ഷൻ എന്ന് വെച്ചാൽ ഒരു 3-3.5 മാസം അങ്ങ് നീണ്ടു. കേരളത്തിൽ ഒരിക്കലും അത്ര ഇലക്ഷൻ നീളുന്നതല്ല. അതിനിടയ്ക്ക് മറ്റേ ജിഷയുടെ കൊലപാതകം, ഇങ്ങനെ ഈ നാട്ടിലുണ്ടായ കൊലപാതകം. ഇപ്പം നമ്മൾ വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു MLA, ചുമ്മാ MLA അല്ലെന്ന്. അപ്പം പിന്നെ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയൊക്കെയാണ്. നമ്മൾ വളരെ പവർഫുള്ളായിട്ടൊക്കെ നിൽക്കുന്നൊരു കാലം. അപ്പോൾ ഈ രാജ്യത്തുള്ള ആരോപണങ്ങളെല്ലാം ഇങ്ങനെ വളരെ തന്ത്രപരമായിട്ട് സോഷ്യൽ മീഡിയ വഴിയായിട്ട് ഇങ്ങനെ വരികയാണ്. അവിടെ ഒരു വണ്ടി ആക്സിഡൻ്റ് ഉണ്ടായി. അപ്പം അവിടെ ബാബു എനിക്ക് കാശും കൊണ്ട് വന്നതായിരുന്നു. 3 കോടി രൂപ ഇലക്ഷനെ കൊടുത്ത് വിട്ടതായിരുന്നു. ഫിഷറീസിൻ്റെ കണ്ടൊരു വണ്ടിയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ പറയും. ഇങ്ങനെ ഭയങ്കര പ്രചരണങ്ങൾ. അതിനിടയ്ക്ക് നമ്മൾ ശ്രീനിജന് എൻ്റെ ഒരു ടീമുണ്ടായിരുന്നു. അയാൾ നമ്മുടെ സജീന്ദ്രനെ തോൽപ്പിക്കാൻ വേണ്ടി ഒരു ടീം ഇറങ്ങി. അപ്പോൾ അവന്മാർ കുറേ നടത്തിയ ശ്രീനിജനെതിരായിട്ട് പറഞ്ഞ് കൊണ്ടുവന്ന ചില കഥകളെല്ലാം കൂടെ അത് എൻ്റെ എതിരാക്കി കൊണ്ടുവന്ന് അങ്ങനെയൊക്കെയുള്ള ഞാൻ പറഞ്ഞില്ലേ സോഷ്യൽ മീഡിയ. അന്ന് ഞാൻ എൻ്റെ ഒരു ധാരണ നമ്മൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ വിസിബിളാണ്. കോടാനുകോടിയുടെ വികസനമാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് മൂവാറ്റുപുഴയിൽ ഞാൻ കൊണ്ടുവന്ന ഒരു കാര്യവും പൂർത്തിയാക്കിയിട്ടില്ല. ഇന്ന് നിൽക്കുക അതേപടി. കാരണം 5 വർഷവും എലത്തോയ്ക്ക് എൻ്റെ ചലിക്കാൻ പറ്റിയിട്ടില്ല. വളരെ ദുർബലനായ MLA അല്ല അന്നത്തെ. ഇപ്പം ഞാൻ ഒരാളെ ഞാൻ ആക്ഷേപിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ അത് പുള്ളിയുടെ ഒരു ലൈൻ എന്ന് വെച്ചാൽ ഞാൻ കൊണ്ടുവന്നിട്ടുള്ള ഒരു വികസനവും പുള്ളി കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിച്ചില്ല. അത് കണ്ടിന്യൂ ചെയ്താൽ മാത്രം മതിയായിരുന്നു. പക്ഷെ അന്നേരം പുള്ളി പുതിയതെന്നൊക്കെ പറഞ്ഞ് ചില സ്വപ്നങ്ങൾ, ആ പുതിയതൊന്നും സ്റ്റാർട്ട് ചെയ്യാനും പറ്റിയില്ല, പഴയത് തൊട്ട് കണ്ടിന്യൂ ചെയ്തുമില്ല. അപ്പം അതിൻ്റെയൊക്കെ പേരിൽ പുള്ളിക്ക് വലിയ ഒരു ഇതുണ്ടായിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം പുള്ളി തോറ്റുപോയിട്ടുള്ളത്. അപ്പം അങ്ങനെയുള്ളൊരു പെട്ടെന്നൊരു ക്യാമ്പയിനിങ് വന്നപ്പം നമ്മൾ എല്ലാ കാര്യവും ചെയ്തത് എല്ലാ ആളുകൾക്ക് അറിയാവുന്നൊരു ധാരണയല്ലേ നമുക്കുള്ളത്. പക്ഷേ അതൊന്നും അല്ല തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ. പൊളിറ്റിക്സ് തന്നെ അങ്ങോട്ട് മാറിപ്പോയെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇപ്പം സോഷ്യൽ മീഡിയയുടെ വരവെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തെ എന്ന് പറഞ്ഞ് തകിടം മറിച്ചിരിക്കും. ഇപ്പം സത്യസന്ധതയ്ക്കോ ആത്മാർത്ഥതയ്ക്കോ കഠിനാധ്വാനത്തിനോ ഒന്നും ഒരു കാര്യമില്ല. ഇപ്പം മാർക്കറ്റിംഗ് ആണ്, സെൽഫ് മാർക്കറ്റിംഗ്. നമ്മൾ കുറേ പണം ഉണ്ടാക്കുക, അത് കഴിഞ്ഞിട്ട് നമ്മൾ വലിയൊരു PR ഏജൻസി വെക്കുക. നമ്മൾ വീട്ടിൽ കിടന്നുറങ്ങിയാലും ഈ ഏജൻസികൾ നമ്മളെക്കുറിച്ച് മഹത്വം ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന് പറയും. നമ്മൾ ഇത്രയും വലിയ മഹാനാണെന്ന്.
അപ്പോൾ അത് അതിന് നമ്മളൊരു കുറച്ച് ടീമിനെ ഉണ്ടാക്കി ഇതൊന്ന് ഷെയർ ചെയ്ത് പോയി അതൊക്കെ വലിയ ടെക്നിക്കലാണ് അതിൻ്റെ അകത്ത്. അല്ല, നമുക്കറിയാം ഈ ആദ്യത്തെ പിണറായി സർക്കാർ വരുന്നത് തന്നെ LDFന്റെ പ്രചരണങ്ങൾ കംപ്ലീറ്റ് വേറൊരു തരത്തിൽ ടാഗ് ലൈനോട് കൂടിയായിരുന്നു. അതൊരു ഇവന്റ് മാനേജ്മെന്റ് ടീമിനെ ഏൽപ്പിച്ചു. തീർച്ചയായിട്ടും സെക്കൻഡ് ടൈമിലും ഇവന്റ് മാനേജ്മെന്റ്, കാരണം ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും അതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് സർക്കാരിനെ ബൂസ്റ്റ് ചെയ്ത് ആളുകൾക്ക് എത്തിക്കാൻ വേണ്ടി ഇവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ടല്ലേ അവർക്ക് ഇന്നേ വരെ ഇല്ലാത്ത രീതിയിൽ ഇടതുപക്ഷത്തിന് തുടർ ഭരണം കിട്ടിയത് അതുകൊണ്ടാണ്. പക്ഷെ ഇത് എതിർ ഗ്രൂപ്പ്, അതായത് കോൺഗ്രസിന് മനസ്സിലായില്ല. എന്തുകൊണ്ടാണ് അത് മനസ്സിലാവാതെ പോയത്? മനസ്സിലാവാത്തതല്ല, അത് എന്നാന്ന് ചോദിച്ചാലേ അവരുടെ ഈ പറഞ്ഞതുപോലെ ഈ സോഷ്യൽ മീഡിയയുടെ സാധ്യതകൾ BJP ദേശീയ തലത്തിൽ ചെയ്തപ്പോൾ കേരളത്തിലത് ഇടതുപക്ഷമാണ് ആദ്യം ആരംഭിച്ചത്. കോൺഗ്രസ് ആ ഭാഗത്ത് പരമ്പരാഗതമായ പ്രചരണത്തിൽ തന്നെ നിന്നു. അപ്പോൾ അവരുടെ അന്നത്തെ ഒരു മുദ്രാവാക്യം എന്തായിരുന്നു, ഇങ്ങനെ LDF വരും എല്ലാം ശരിയാവും, അതായിരുന്നല്ലോ ആദ്യത്തെ എടുക്കാം. അതങ്ങോട്ട് ഭയങ്കരമായിട്ടും ക്ലിക്ക് ചെയ്തു. LDF വരും, കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ഒരു ഹോർഡിങ്സ് വെച്ചു. അപ്പോൾ അതിനൊക്കെ വേറിട്ട് അതൊക്കെ എന്ന് വെച്ചാൽ ഞാൻ പറയില്ല, എല്ലാം വലിയ പിന്നെ PR ഏജൻസികളാണ് അതെല്ലാം പ്ലാൻ ചെയ്യുന്നത്. പിന്നീട് പിണറായി വിജയനെ പോലും ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നതിന് PR ഏജൻസികൾ എന്ത് പങ്കുവച്ചിട്ടുണ്ട്. ആദ്യത്തെ ഇലക്ഷനിൽ യഥാർത്ഥത്തിൽ VS മുൻനിർത്തിയ ഇലക്ഷൻ നേരിട്ടത് അതെ പിണറായി വിജയനല്ല. അത് നമ്മൾ മനസ്സിലാക്കാം. VS മുൻനിർത്തിയാണ് പിണറായി വിജയനെ ബിംബമാക്കി കൊണ്ടുവരുന്നത്. പിണറായി വിജയൻ ആദ്യം കയറിയിട്ട് ബിംബം ആയില്ല, പിന്നെ കോവിഡാണ് പുള്ളിയെ ഇതാക്കിയത്. കോവിഡ് കാലത്തെ വൈകുന്നേരങ്ങളിൽ 6 മണിക്കത്തെ പുള്ളിയുടെ 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ടെലിവിഷൻ ഷോകളും മാത്രമല്ല, നമുക്ക് ആർക്കും വെളിയിൽ ഇറങ്ങാൻ പറ്റാത്തൊരു കാലമാണ്. കണ്ടേ പറ്റുള്ളൂ. ആളുകളെല്ലാം ജീവൻ അപകടത്തിലാണെന്നുള്ളൊരു വലിയ ഭീതിയിലാണ്. നരേന്ദ്രമോദി പറയുന്നു വൈകിട്ട് എല്ലാവരും 4 മണിക്ക് കിണ്ണം കൊട്ടണം എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഒരു ഭാഗത്തുനിന്ന് ഇതിങ്ങനെ. മാത്രമല്ല കുറേ മരണങ്ങൾ നടക്കുന്നുണ്ട്. ഒരു വലിയ ഭീതിജനകമായ ലോകത്തെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെ വളരെ ഭീതിജനകമാണ്. അതിനിടയ്ക്ക് ഇങ്ങനെ ഓരോ വലിയ സർവകലാശാലകളുടെ പഠനങ്ങളും ഒക്കെ ഇങ്ങനെ കേരളത്തിൽ 40,000, 50,000, 60,000, 70,000 ഇങ്ങനെ അങ്ങ് പോകുമെന്നൊക്കെ പറഞ്ഞ് ആളുടെ ഭീതിയോടെ ഇരിക്കില്ല. അപ്പം വൈകുന്നേരങ്ങളിലെ ഏക രക്ഷാമാർഗം അല്ലെങ്കിൽ നമ്മുടെ ഒരു രക്ഷകൻ ആയിട്ടാണല്ലോ ഇദ്ദേഹം അവതരിക്കുന്നത്. അപ്പൊ അദ്ദേഹം ഓരോ ജീവജാലങ്ങളെ കുറിച്ച് പറയുന്നു, ഉറുമ്പുകളെ കുറിച്ച്, ആടുകളെ ഉറുമ്പിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ അങ്ങനെ ആനക്കൊക്കെ പിന്നെ പനയുടെ ഓല വെട്ടിക്കൊണ്ട് പോകുന്ന കഥകളും അതിന് വണ്ടികൾ വിട്ടുകൊടുക്കണം, അങ്ങനെയൊക്കെ അതെല്ലാം നല്ല PR ഏജൻസികൾ കൊടുത്തു. അത് പുള്ളിക്ക് നല്ലതായിട്ട് വായിക്കാനും അറിയാമല്ലോ, അവതരിപ്പിക്കാൻ അറിയാമല്ലോ. അപ്പം അത് വളരെ നന്നായിട്ട് അതിൻ്റെ ശബ്ദ മോഡുലേഷനൊക്കെ കറക്റ്റാക്കി പുള്ളി നന്നായിട്ട് അത് അവതരിപ്പിച്ചു. പുള്ളിക്കൊരു അമാനുഷികത പുള്ളിക്ക് ഉണ്ടാക്കി എന്നുള്ളതൊരു സത്യമാണ്.